വെൽക്കം ബാക്ക് ടു കെമിയൻസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ടോപ്പിക്കിലെ റിഡോക്സ് റിയാക്ഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 3 സെഷൻ ഉണ്ട്. അതിൽ നിന്നാണ് കാര്യമായിട്ട് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. ആക്ച്വലി ഞാൻ ഇന്ന് ഈ ഒരു ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പോർഷനിലേക്കാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊരു എക്സാം ഓറിയന്റഡ് ആയിട്ടാണോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ബേസ്ഡ് ആണ് പറയുന്നത്. പക്ഷേ ഈ ഒരു ചാപ്റ്റർ ഞാനങ്ങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ അതിന് മുമ്പ് നമ്മുടെ ചാനൽ കാണുന്നവർ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഇനി മോർ വീഡിയോസിന് വേണ്ടിയിട്ട് ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ആഫ്റ്റർ എ ലോങ് നമ്മൾ വീണ്ടും യാത്ര ചെയ്യുന്നു +1ൻ്റെ റിഡോക്സ് റിയാക്ഷനിലേക്ക്. റിഡോക്സ് റിയാക്ഷൻ എന്താണെന്ന് വെച്ചാൽ ആദ്യം ഞാൻ നിങ്ങളോട് പറയുന്നത് റിഡോക്സ് എന്ന വാക്കിനർത്ഥം എന്താണ്. അതിനു മുമ്പ് നമുക്ക് പറയാനുള്ളത് നമ്മൾ നല്ലൊരു ന്യൂ ജനറേഷൻ കല്യാണത്തിലേക്കാണ് പോകുന്നത്. ഓക്കെ, ഒരു മാരേജ് ആണ് നമ്മൾ നടത്താൻ പോകുന്നത്. ആരുടെ മാരേജ് ആണെന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് ഈ കല്യാണം എന്ന് പറയുന്നത് ഒരു 2 വ്യക്തികൾ തമ്മിലുള്ള ഒരു മെയിൽ ഒരു ഫീമെയിൽ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ അവരുടെ ഒരു പേരുണ്ടെങ്കിൽ ന്യൂ ജനറേഷനിൽ നമ്മൾ പറയാറുള്ള ഒരു രീതിയുണ്ട്. ഫോർ എക്സാമ്പിൾ എൻ്റെ പേര് നിങ്ങൾക്കറിയാം, ഞാൻ ഷാദിയ എന്നാണ്, എൻ്റെ ഹസ്ബൻഡ് ഫിറോസ് ആണ്. സോ നമ്മുടെ മാരേജിന്റെ സമയത്ത് ഏതെങ്കിലും ഒരു 3 അക്ഷരങ്ങൾ അല്ലെങ്കിൽ 4 അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്തിട്ടാണ് ഇപ്പോഴത്തെ ഒരു കല്യാണത്തിന്റെ ട്രെൻഡ് അറിയപ്പെടുന്നത്. ലൈക്ക് ദിയ ആൻഡ് റോസ്. ഓക്കെ, ഫിറോസിന്റെ റോസും ഷാദിയയുടെ ദിയയും. ഇപ്പൊ ദിയ റോസ്, ഇപ്പൊ മാരേജ് ഓഫ് ദിയ റോസ്, അല്ലെങ്കിൽ നമ്മുടെ ഷാദിയ ഫിറോസിന്റെ ഷാ റോസ് എന്നുള്ള ആ അർത്ഥത്തിലാണ് നമ്മൾ പറയാറുള്ളത്. അതെന്താന്ന് വെച്ചാൽ വെറുതെ 2 പേരുടെ ലെറ്റേഴ്സ് അങ്ങ് ജോയിൻ ചെയ്യിച്ചത് ദശ റോസ്. ഓക്കെ, ഷാ റോസ് എന്നുള്ളതാണ്. അപ്പൊ മാരേജ് ഓഫ് ഷാ റോസ് അങ്ങനെയാണ് ഇപ്പൊ അറിയപ്പെടുന്നത്. അതേപോലെ നമ്മൾ ഇവിടെ നടത്താൻ പോകുന്നത് രണ്ട് വ്യക്തികളുടെ കല്യാണമാണ്. ആരുടെയൊക്കെയാണെന്ന് ചോദിച്ചാൽ അവരുടെ പേര് ചേർത്ത് പറയുന്നതാണ് റിഡോക്സ്. ഓക്കെ, റിഡോക്സ് ആണ്. ആരൊക്കെയാണത്? ഇവിടെ നമ്മൾ പെണ്ണിനും ചെക്കനും, ഇപ്പൊ ഞാൻ ഷാദിയ ഫിറോസ് എന്നിട്ട പോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ പെണ്ണിനും ചെക്കനും നമ്മൾ ഇടുന്ന 2 പേരുകളാണ്. അവരുടെ ഷോർട്ട് ഫോം ആണ് RED and OX. ഓക്കെ, ഓക്സ് എന്ന് പറഞ്ഞ് സാധാരണ നിങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം അല്ലെ? ഓക്സ് എന്താണെന്ന് അറിയാം. സോറി, ഇച്ചിരി ജലദോഷമുണ്ട്, പക്ഷെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കാം. ഓക്കെ, OX എന്താണ്? ഓക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം. അത് ഏത് വിഭാഗമാണ്? മെയിൽ ആണോ ഫീമെയിൽ ആണോ? ഓക്സ്. ഓക്കെ, മെയിൽ ആണ് ഓക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് RED സ്റ്റാൻഡ്സ് ഫോർ ഫീമെയിൽ. ഇനി എന്താണ് RED? ഓക്കെ, എന്താണ് ഓക്സ്? ഇതൊരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് വെറും നമ്മൾ എടുക്കുന്നത് ഒരു ഷോർട്ട് ഫോം മാത്രമായിട്ടാണ്. സോ RED സ്റ്റാൻഡ്സ് ഫോർ റിഡക്ഷൻ and OX stands for oxidation. അപ്പോ ഓക്സിഡേഷനും റിഡക്ഷനും തമ്മിലുള്ള ഒരു കല്യാണമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഓക്സിഡേഷൻ ആണ് ഞാൻ എടുക്കുന്ന മെയിൽ. ഓക്കെ, അതുപോലെ റിഡക്ഷൻ ആണ് ഞാൻ എടുക്കുന്ന ഫീമെയിൽ. സോ ഫീമെയിൽ FR ആൻഡ് മെയിൽ MO. സോ ഞാനിത് വെറുതെ തമാശയ്ക്ക് നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ എളുപ്പത്തിന് വേണ്ടി പറയുന്നതാണ്. ഇതൊന്നും കെമിസ്ട്രി യൂസ് ചെയ്തേക്കരുത്. എപ്പോഴും കെമിസ്ട്രി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഓൾവേസ് ഡീലിംഗ് വിത്ത് ലൈഫ്. ഓക്കെ, അപ്പൊ ഓക്സിഡേഷനും റിഡക്ഷനും, ഓക്സിഡേഷൻ ആണ് നമ്മുടെ മെയിൽ ആൻഡ് റിഡക്ഷൻ ആണ് ഫീമെയിൽ. ഈ മെയിലും ഫീമെയിലും തമ്മിലുള്ള കല്യാണമാണ് റിഡക്ഷൻ, ഓക്സിഡേഷൻ, റിഡോക്സ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പങ്കെടുക്കാൻ പോകുന്നത് ഒരു ചാപ്റ്ററിലേക്കല്ല, ഒരു കല്യാണത്തിലേക്കാണ്. ആരുടെ കല്യാണമാണ്? റിഡക്ഷന്റെയും ഓക്സിഡേഷന്റെയും ആണ് കല്യാണം. അതിനെ നമ്മൾ ചേർത്ത് ഇന്ന് നമ്മളുടെ കല്യാണ കത്തിന് വേണ്ടി നമ്മൾ റിഡോക്സ് അല്ലെ, ഈ പേർലിഷ് ഒക്കെ ഇപ്പൊ ഫേമസ് ആണല്ലോ അല്ലെ, അതുപോലെ തന്നെ. ഓക്കെ, റിഡോക്സിന്റെ കല്യാണമാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. റൈറ്റ്. ഓക്കെ, അപ്പൊ എന്താണ് റിഡക്ഷൻ, എന്താണ് ഓക്സിഡേഷൻ? നിങ്ങൾ അതുമായിട്ട് ഫെമിലിയർ ആണ്. ഓക്കെ, എളുപ്പത്തിന് വേണ്ടി നമ്മൾ പറയുന്നു. പല രീതിയിൽ നിങ്ങൾക്ക് അതിനെ പറയാം. എങ്കിലും ഇന്ന് ഈ ഒരു ചാപ്റ്ററിന്റെ ഫർദർ മൂവ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും എളുപ്പം എടുക്കുന്നു. റിഡക്ഷൻ എന്ന് പറഞ്ഞാലും ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാലും ഏതാണ് ഉപയോഗിക്കുന്നത്? ഓക്സിഡേഷൻ മീൻസ് ലോസ് ഓഫ് ഇലക്ട്രോൺ. ഓക്കെ, റിഡക്ഷൻ മീൻസ് ഗെയിൻ ഓഫ് ഇലക്ട്രോൺ. ഇനി അത് ഓർക്കാൻ എളുപ്പത്തിന് ഞാൻ പറയാം. ഞാൻ പറഞ്ഞ ഓക്സിഡേഷൻ മെയിൽ പുരുഷനാണ്. ഓക്കെ, ഞാൻ പറഞ്ഞ റിഡക്ഷൻ ഫീമെയിൽ. ഓക്കെ,
അപ്പോ ഇവിടെ ഈ ഇലക്ട്രോൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നമ്മളുടെ ഈ കെർലൈറ്റ്സ് ആണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ വ്യക്തിപരമായിട്ട് പറയുകയാണ്, നമ്മുടെ കെർലൈറ്റ്സ് ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് താലി, ഓക്കെ, അല്ലെങ്കിൽ മാല, മഹർ, അല്ലെങ്കിൽ മിന്ന് എന്നറിയപ്പെടുന്ന ആ ഒരു വസ്തുവായിട്ട് സങ്കല്പിക്കുക. ഓക്കെ, ഇലക്ട്രോൺ എന്ന് പറയുന്നതാണ് നമ്മുടെ താലിമാല. ഓക്കെ, അപ്പൊ ഓക്സിഡേഷൻ ലോസ് ഓഫ് ഇലക്ട്രോൺ, അതാണ് പുരുഷനാണല്ലോ താലി കൊടുക്കുന്ന ആള്, കൊടുക്കുകയാണ് ചെയ്യുന്നത്, ലോസ്. ഓക്കെ, ആ ഇലക്ട്രോണിനെ കൊടുക്കുന്ന പുരുഷൻ, ഓക്സിഡേഷൻ, മെയിൽ ഗിവ്സ് ഇലക്ട്രോൺ. അതുകൊണ്ടാണ് ഞാൻ ആ MO ഓർത്ത് വെക്കാൻ പറയുന്നത്. അപ്പൊ ഈ ഇലക്ട്രോണിനെ നഷ്ടപ്പെട്ടാൽ അതിനെ നിങ്ങൾ വിളിക്കും ഓക്സിഡേഷൻ. അതേ സ്ഥാനത്ത് ആ താലി, ഇലക്ട്രോൺ എന്ന് പറയുന്ന ആ താലി സ്വീകരിക്കുന്നത് ഫീമെയിൽ ആണ്, റിഡക്ഷൻ, ഗെയിൻ. ഓക്കെ, റിഡക്ഷൻ, ഗെയിൻ ഓഫ് ഇലക്ട്രോൺ. അപ്പം ഓക്സിഡേഷൻ ഇസ് ദ ലോസ് ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് റിഡക്ഷൻ ഇസ് ദ ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ്. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് ആരാണ് റെഡ്യൂസിങ് ഏജന്റ്, ആരാണ് ഓക്സിഡൈസിങ് ഏജന്റ്. താലി കൊടുത്ത് അല്ലെങ്കിൽ താലി സ്വീകരിച്ചു, അതിനുശേഷം വരുന്ന വാക്കുകളുണ്ട്. ഓക്കെ, ഇലക്ട്രോൺ നഷ്ടപ്പെട്ട ആളാരാണോ അയാളാണ് റെഡ്യൂസിങ് ഏജന്റ്. തിരിച്ച് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടത് ഓക്സിഡേഷൻ, ഓക്സിഡേഷൻ ആണ് ലോസ് ഓഫ് ഇലക്ട്രോൺ. അപ്പൊ ഓക്സിഡേഷൻ നടന്ന ആളെ നിങ്ങൾക്ക് ഇങ്ങനെ വിളിക്കാം, എന്ത്, റെഡ്യൂസിങ് ഏജന്റ്. ഓക്കെ, അപ്പൊ ഇലക്ട്രോൺ സ്വീകരിച്ച ആളാണ് റിഡക്ഷൻ, അല്ലെ, ഗെയിൻ ഓഫ് ഇലക്ട്രോൺ ആണ് റിഡക്ഷൻ. റിഡക്ഷൻ സംഭവിച്ച ആളെ മറ്റൊരു പേരിൽ കൂടെ നമ്മൾ വിളിക്കും, ദാറ്റ് ഈസ് ഓക്സിഡൈസിങ് ഏജന്റ്. അപ്പൊ ഏജന്റുമാരെ നേരെ തിരിയും എന്ന് വെച്ചാൽ റിഡക്ഷൻ സംഭവിച്ച ആൾക്ക് ഓക്സിഡൈസിങ് ഏജന്റ് എന്നും ഓക്സിഡേഷൻ സംഭവിച്ച ആൾക്ക് റെഡ്യൂസിങ് ഏജന്റ് എന്നും തിരിച്ചു വിളിക്കും. ഓക്കെ, അതായത് താലി കെട്ടിക്കഴിഞ്ഞാല് നമ്മൾ എങ്ങനെ അറിയപ്പെടുന്നത്, ഇന്നാളുടെ ഭാര്യ, ഓക്കെ, അതുപോലെ ഇന്നാളുടെ ഭർത്താവ്, ഇങ്ങനെയല്ലേ അറിയപ്പെടുന്നത്. അതാണ് നമ്മുടെ ഏജന്റ് ആയിട്ട് അറിയപ്പെടുന്നത്. ഓക്കെ, ഇപ്പോ നമുക്ക് ഏറ്റവും രമേശിന്റെ ഭാര്യയാണ് സീത. രമേശ് താലി കൊടുത്തു, രമേശിന്റെ ഭാര്യയാണ് സീത. സീത താലി വാങ്ങിച്ചു അല്ലെങ്കിൽ സ്വീകരിച്ചു, രമേശ് സീതയുടെ ഭർത്താവാണ്. അപ്പൊ ഈ രീതിയിൽ നോക്കാം, ആർക്കാണോ സംഭവിച്ചത് അങ്ങനെ തിരിച്ചു പറയാം. പിന്നെ അയാളുടെ ടേംസിൽ പറയണം, സീത ആരാണ്, അല്ലെങ്കിൽ റിഡക്ഷൻ സംഭവിച്ചത് സീതയ്ക്കാണ്. ഓക്കെ, അപ്പൊ സീത രമേശിന്റെ ഭാര്യയായിട്ടാണ് പിന്നെ അറിയപ്പെടുന്നത്, ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട്. ഇനി ആർക്കാണ് ഓക്സിഡേഷൻ സംഭവിച്ചത്, താലി കൊടുത്തത് ആരാണ്, ഇലക്ട്രോൺ കൊടുത്തത്, ഓക്സിഡേഷൻ സംഭവിച്ചത് രമേശനായിരുന്നു. സോ രമേശ് പിന്നീട് അറിയപ്പെടുന്നത് സീതയുടെ ഭർത്താവ് എന്ന നിലയിലാണ്, ദാറ്റ് ഈസ് റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട്. ഒന്നുകൂടെ ഞാൻ പറയാം, കൺഫ്യൂസ്ഡ് ആയി പോകരുത്. ഓക്സിഡേഷൻ, ലോസ് ഓഫ് ഇലക്ട്രോൺ, ഓക്കെ, റിഡക്ഷൻ, ഗെയിൻ ഓഫ് ഇലക്ട്രോൺ. ഓക്കെ, അപ്പൊ നമ്മള് ഒന്നുകൂടെ വരാണ്, ഓക്സിഡേഷൻ, ലോസ് ഓഫ് ഇലക്ട്രോൺ, റിഡക്ഷൻ, ഗെയിൻ ഓഫ് ഇലക്ട്രോൺ. നമ്മള് ഒന്നുകൂടെ എഴുതി നോക്കാം കേട്ടോ. അത് ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് വേറൊന്നിനും വേണ്ടിയില്ല, നിങ്ങൾക്ക് അത് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. റൈറ്റ്, ഞാൻ ഒന്നുകൂടെ എഴുതുകയാണ്. ഇനി ഞാൻ എഴുതുന്നതിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, നോക്കുക, ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് ഇലക്ട്രോൺ. അതിന് പറയുന്ന അങ്ങനെ ഓക്സിഡേഷൻ നടന്ന ആളെ വിളിക്കും റെഡ്യൂസിങ് ഏജന്റ്. ഓക്കെ, ഇനി ഇത് ഓർത്ത് വെക്കാൻ നിങ്ങൾ ഇങ്ങനെ പഠിക്കുക, OLR. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ L, ലോസ് ഓഫ് ഇലക്ട്രോൺ, അതാണ് റെഡ്യൂസിങ് ഏജന്റ്. ഓക്കെ, ഇനി അടുത്തത് റിഡക്ഷൻ ആണ്. അപ്പൊ നേരെ തിരിച്ച്, അപ്പൊ ഇതേ പഠിക്കാവോ, OLR പഠിക്കാവോ? അപ്പൊ അടുത്തത് നേരെ തിരിച്ചു വരും. എങ്ങനെയാണ് നോക്കുക, റിഡക്ഷൻ. ഓക്കെ, റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഗെയിൻ ഓഫ് ഇലക്ട്രോൺ, ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നു, താലി സ്വീകരിക്കുന്ന സ്ത്രീ, റിഡക്ഷൻ. ഓക്കെ, അപ്പൊ അവരെ പിന്നീട് അറിയപ്പെടുന്നത് ഓക്സിഡൈസിങ് ഏജന്റ്. അതായത്
RGO. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ RDO അല്ല RGO. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഗെയിൻ ഓഫ് ഇലക്ട്രോൺ ആണ്. അത് പിന്നീട് ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. സോ ഈ ഒരു ടെക്നിക് ഉപയോഗിച്ചിട്ട് ഒരെണ്ണമേ പഠിക്കാവുന്ന നേരെ ഓപ്പോസിറ്റ് ആണ് അടുത്തത് വരിക. OLR പഠിക്കുക. ഓക്സിഡേഷൻ ഉള്ളിടത്ത് ഇനി റിഡക്ഷൻ വരും, ലോസ് ഉള്ളിടത്ത് ഗെയിൻ വരും, R ഉള്ളിടത്ത് അത് റെഡ്യൂസിങ് ഏജന്റ് ഉള്ളിടത്ത് ഓക്സിഡൈസിങ് ഏജന്റ് വരും. ഇതാണ് ഈ രീതിയിൽ നിങ്ങൾ പഠിക്കാനുള്ളത്. ഇനി എങ്ങനെയാണ് ഓക്സിഡേഷൻ നടക്കുന്നത് അല്ലെങ്കിൽ റിഡക്ഷൻ നടക്കുന്നത് എന്ന് നോക്കുക. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് ഇലക്ട്രോൺ, റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഗെയിൻ ഓഫ് ഇലക്ട്രോൺ. നേരത്തെ നമ്മൾ പറഞ്ഞൊരു കല്യാണം നടക്കണമെങ്കിൽ അവിടെ സ്ത്രീയും പുരുഷനും വേണം. താലി കൊടുക്കാൻ ഒരാൾ വേണം, താലി വാങ്ങിക്കാൻ ഒരാൾ വേണം, എങ്കിലും അത് കല്യാണമാവുള്ളൂ. രണ്ടിൽ ഒരാൾ പോരാ. ഓക്കെ, അപ്പൊ അതെങ്ങനെയാണോ നോക്കുക. കൊടുക്കുന്ന ആള്, അതാണ് ഓക്സിഡേഷൻ, ലോസ് ഓഫ് ഇലക്ട്രോൺ. നഷ്ടപ്പെടുന്നവൻ ആരോ. ഇവിടെ നിങ്ങൾ നോക്കിയേ, കോപ്പർ 2+ ആയി മാറി. ഈ ഇക്വേഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ. ഓക്കെ, കോപ്പർ Cu 2+ ആയി. അപ്പൊ നോക്കിയേ, കോപ്പറിൽ നിന്ന് 2 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടിട്ടാണ് 2+ ആയത്. പ്ലസ് എന്ന് പറഞ്ഞാൽ 2 എണ്ണം നഷ്ടപ്പെട്ടു എന്നാ. ഇലക്ട്രോണിന്റെ ചാർജ് മൈനസ് ആണ്. ഓക്കെ, അപ്പോ 2 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടപ്പോൾ കോപ്പറിന് സംഭവിച്ചത് ഓക്സിഡേഷൻ. നോക്കിയേ, കോപ്പർ ലോസസ് 2 ഇലക്ട്രോൺ, അതുകൊണ്ട് അത് ഓക്സിഡേഷൻ സംഭവിച്ചു. അതുകൊണ്ട് തന്നെ അത് റെഡ്യൂസിങ് ഏജന്റ് ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞു, ഓക്സിഡേഷൻ സംഭവിച്ച ആളെ വിളിക്കുന്ന പേരാണ് റെഡ്യൂസിങ് ഏജന്റ്. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, Ag+ നിന്നും അതൊരു ഒറ്റ ഇലക്ട്രോണിനെ സ്വീകരിച്ച് Ag ആയി. Ag ആയി മാറി. ഇക്വേഷൻ ജസ്റ്റ് പഠിച്ചാൽ മതി, ബാക്കി നമുക്കിത് വഴിയെ പഠിക്കാം. ഇപ്പൊ ഇതിനകത്ത് ജസ്റ്റ് നോക്കിയാൽ മതി. അപ്പൊ പ്ലസ് ഉള്ളത്, ആ പ്ലസ് പോയി എന്നർത്ഥം. സാധാരണ ഒരു പ്ലസ് പോണെങ്കിൽ ഇപ്പുറത്തൊരു മൈനസ് വരണം. അപ്പൊ ഈ Ag+നെ അടുത്ത് ഏതോ ഒരു മൈനസ് വന്നു. മൈനസ് എന്ന് പറഞ്ഞാൽ തന്നെ ഇലക്ട്രോൺ വന്നു. അപ്പൊ പ്ലസും മൈനസും കൂടെ അത് 0 ആയിട്ട് Ag ആയി മാറി. ഓക്കെ, അപ്പൊ Ag എന്ന് പറയുന്നത് ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നു എന്ന വാക്കിന് നമ്മൾ ഉപയോഗിക്കുന്നു. അത് താലി വാങ്ങിക്കുന്ന ആള് റിഡക്ഷൻ. ഓക്കെ, അത് സംഭവിച്ചിരിക്കുന്നത് ഓക്സിഡൈസിങ് ഏജന്റ്. ഓക്കെ, അപ്പൊ Cu ആണ് ഇവിടുത്തെ. അപ്പൊ Cuന് സംഭവിച്ചത് എന്തൊക്കെയാണ് നോക്കുക. Cu ഓക്സിഡേഷൻ സംഭവിച്ചു, അതാണ് റെഡ്യൂസിങ് ഏജന്റ്. ഇനി ഇതിനൊരു പേരായിട്ട് എടുക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ Cu എന്ന് പറയുന്നതാണ് നമ്മുടെ രമേശ് താലി കൊടുത്തു. ഓക്കെ, ആ താലിമാല അങ്ങ് കൊടുത്തു കഴിഞ്ഞിട്ട് അറിയപ്പെടുന്നു സീതയുടെ ഭർത്താവ്. ഓക്കെ, സീതയുടെ ഹസ്ബൻഡ് ആയിട്ട് അറിയപ്പെടുന്നു. ഇനി അടുത്ത നോക്കുക, Ag ആണ് നമ്മുടെ സീത. ഓക്കെ, Ag റിഡക്ഷൻ സംഭവിക്കുന്നു, അതായത് താലി വാങ്ങിക്കുന്നു, ഇലക്ട്രോണിനെ വാങ്ങിക്കുന്നു. താലി ഇലക്ട്രോൺ ആണ് കേട്ടോ. ഓക്കെ, Ag ഇലക്ട്രോണിനെ വാങ്ങിക്കുന്നു അല്ലെങ്കിൽ താലി വാങ്ങിക്കുന്നു. അത് പിന്നീട് അറിയപ്പെടുന്നു ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട്. ഇവിടെ ഓക്സിഡൈസിങ് ആരാണ്? രമേശിന്റെ ഭാര്യയായിട്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഓക്സിഡേഷൻ എന്ന് പറയുന്നതും റിഡക്ഷൻ എന്ന് പറയുന്നത് നമ്മളൊരു മാരേജ് കപ്പിൾസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്കത് മനസ്സിലാക്കും. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, ഓക്സിഡേഷനും റിഡക്ഷനും ഒരുമിച്ച് നടന്നാൽ മാത്രമേ ഒരു റിയാക്ഷൻ നടക്കുകയുള്ളൂ. ഒരു കല്യാണം നടക്കണമെങ്കിൽ അവിടെ ഒരു വരനും വധുവും ആവശ്യമാണ്. വരൻ ഓക്സിഡേഷൻ, വധു റിഡക്ഷൻ. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഓക്സിഡേഷൻ ലോസ് ഓഫ് ഇലക്ട്രോൺ, റിഡക്ഷൻ ഗെയിൻ ഓഫ് ഇലക്ട്രോൺ. ഇനി അടുത്തതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു മാറ്റർ ആണ് ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത്. എന്താണ് ഓക്സിഡേഷൻ നമ്പർ എന്ന് നോക്കുക. ഓക്സിഡേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ പുരുഷനാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ. നമ്മുടെ കണ്ണിൽ ഈ തമാശ പറയുന്ന നിങ്ങൾക്ക് ഓർത്തു വെക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇതൊന്നും നിങ്ങൾ കയറി എഴുതിയേക്കരുത് കേട്ടോ. ഓക്കെ, ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ സൈഡിൽ വെറുതെ മാർക്ക് ചെയ്യുന്നു. ഓക്സിഡേഷൻ കാള, ഓക്സ് ആണ് നമ്മുടെ മെയിൽ, പുരുഷൻ, വരൻ. ഓക്കെ, അപ്പൊ ഓക്സിഡേഷൻ, ഒരു കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു പുരുഷന്റെ ആധിപത്യം ഫീൽ ചെയ്യാറുണ്ട്. ഞാനൊരു ഫെമിനിസം ഒന്നും ഇതിനകത്ത് കൊണ്ടുവരുന്നില്ല, പുരുഷാധിപത്യവും കൊണ്ടുവരുന്നില്ല. എങ്കിലും സാധാരണഗതിയിൽ നമ്മൾ പുരുഷന്റെ വീട്ടിലേക്കാണ് പോവാറുള്ളത്. അല്ലാത്ത നാടുകളുണ്ട് കേട്ടോ, ഇല്ല എന്നല്ല. എങ്കിലും ഒരു പടി മുന്നിലേക്ക് അവരെത്തും എന്ന് ഇക്വാലിറ്റിയാണ് എപ്പോഴും വേണ്ടത്. ഒരു
തർക്കത്തിനല്ല പറയുന്നത്, എങ്കിലും ഓർത്തു വെക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടി, തർക്കമല്ല എളുപ്പമാണ് നോക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു മെയിൽ ഡൊമിനൻസ് കാണിക്കുകയാണ്. ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്ന ഒരു വസ്തു ഉണ്ട്. അത് വെച്ചിട്ടാണ് ഇനി അങ്ങോട്ട് എല്ലാ കോമ്പൗണ്ടുകളും അറിയപ്പെടുന്നത്. അതായത് സാധാരണ ഇപ്പൊ ഈ ഓക്സിഡേഷൻ നമ്പർ നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ എളുപ്പത്തിന് ഞാൻ പറയാം. നമ്മളൊന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആയി, ഓക്കെ, ഹോസ്പിറ്റലൈസ്ഡ് ആയി കഴിഞ്ഞാൽ ഒരു സ്ത്രീ ആണെങ്കിൽ ആദ്യത്തെ ചോദ്യം വൈഫ് ഓഫ് എന്നാണ്, അല്ലെങ്കിൽ ഡോക്ടർ ഓഫ്, കല്യാണം കഴിഞ്ഞില്ലെങ്കിൽ. എന്തായാലും പുരുഷന്റെ പേര് നമ്മളവിടെ നമ്മൾ ചോദിക്കാറുണ്ട്. അതേ സ്ഥാനത്ത് ഞാൻ പറയുന്നത്, ഞാനൊരു കോൺഫ്ലിക്റ്റിന് വേണ്ടി പറയുന്നതല്ല, ഓർത്ത് വെക്കാണ്. ഒരു പുരുഷനാണ് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ അടുത്ത ചോദ്യം, അല്ലെങ്കിൽ ഒരു പുരുഷനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ അടുത്ത ചോദ്യം സൺ ഓഫിനെ ചോദിക്കുള്ളൂ. നെവർ ആസ്ക് ഹസ്ബൻഡ് ഓഫ്, അല്ലെ? ഹസ്ബൻഡ് ഓഫ് എന്നൊന്നും ചോദിക്കാറില്ല. അപ്പൊ ഇപ്പോഴും ഒരു പുരുഷന്റെ കെയർ ഓഫിലാണ് അറിയപ്പെടുന്നത്. അതുപോലെ ഇവിടെ ഓക്സിഡേഷൻ നമ്പർ ആ ടേംസിൽ പുരുഷന്റെ നമ്പറിലാണ് ഇനി എല്ലാം അറിയപ്പെടാൻ പോകുന്നത്. അത് എന്താണെന്ന് നോക്കുക. ഓരോ കോമ്പൗണ്ടിനും ഒരുപാട്, ഒരു കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം സംയുക്തം, കോമ്പൗണ്ട്. സംയുക്തം എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ ആറ്റങ്ങൾ കൂടി ചേർന്നതാണ്. ആ കോമ്പൗണ്ടുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ ഒന്നിൽ കൂടുതൽ ആറ്റങ്ങൾ കൂടി ചേരുമ്പോൾ NaCl, അല്ലെ, HCl, H2O, ഇതൊക്കെ സംയുക്തങ്ങളാണ്. നോക്കിയേ, രണ്ട് ആറ്റങ്ങൾ എച്ചും ഓയും, NaCl, എയും Clഉം, രണ്ടാറ്റങ്ങൾ, ഒന്നിൽ കൂടുതൽ ആറ്റങ്ങൾ കൂടിച്ചേരും. ഇവരിൽ ഓരോരുത്തർക്കും അവനവന്റേതായ ഒരു വ്യക്തിത്വം, ഒരു സ്ഥാനമുണ്ട്. അത് അവർ എക്സ്പ്രസ് ചെയ്യുന്നത് നമ്പറിലാണ്. ആ നമ്പറിന് പറയുന്ന പേരാണ് ഓക്സിഡേഷൻ നമ്പർ. ഓക്കെ, ഓക്സിഡേഷൻ നമ്പറിന്റെ ഒരു ഡെഫിനിഷൻ ഉണ്ട്, ഞാനത് പറയാം. നിങ്ങളൊന്ന് ടെക്സ്റ്റ് ഉള്ളവരെ അത് വെച്ച് നോക്കുക, അല്ലാതെ ജസ്റ്റ് കേൾക്കുക. ഓക്സിഡേഷൻ നമ്പർ, it defines the state of oxidation of element in a compound according to set of rules. ഈ പറയപ്പെടുന്ന, അപ്പൊ ഞാൻ ഇതിനകത്ത് 8 റൂള് കാണിക്കുന്നുണ്ട്. ഈ റൂളിനനുസരിച്ച് ഒരാൾക്ക് സ്വന്തമായിട്ടൊരു നിലനിൽപ്പുണ്ട്. അതിന് നമ്മൾ കൊടുക്കുന്ന, ആ നിലനിൽപ്പിന് കൊടുക്കുന്ന ഒരു നമ്പർ ഉണ്ട്. ആ നമ്പറിന് പറയുന്ന പേരാണ് ഓക്സിഡേഷൻ നമ്പർ. ഇവിടെ ഓക്സിഡേഷൻ നടന്നവനായിക്കോട്ടെ, റിഡക്ഷൻ നടന്നവനായിക്കോട്ടെ, ആരായാലും ഓക്സിഡേഷൻ നമ്പർ എന്നതിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. അതിനൊരു എക്സാമ്പിൾ ആയിട്ട് Na എന്ന് പറയുന്നത് അറിയപ്പെടുന്ന, എയുടെ ഓക്സിഡേഷൻ നമ്പർ ഞാനിപ്പോ ഇവിടെ അങ്ങ് എഴുതുവാണ്, നിങ്ങൾ ശ്രദ്ധിക്കുക. എന്നാലും ഞാനത് എങ്ങനെ എഴുതുന്നത് പഠിപ്പിച്ചു തരാം. ഓക്കെ, എയുടെ ഓക്സിഡേഷൻ നമ്പർ +1ഉം Clന്റെ ഓക്സിഡേഷൻ നമ്പർ -1ഉമാണ്. ഓക്കെ, അതുപോലെ Hന്റെ ഓക്സിഡേഷൻ നമ്പർ +1, Clന്റേത് -1 ആണ്. H2Oയിൽ ഓയുടേത് -2ഉം Hന്റേത് +1ഉമാണ്. അപ്പൊ ഇങ്ങനെയാണ് ഓക്സിഡേഷൻ നമ്പറിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത്. ഓരോരുത്തർക്കും ശ്രദ്ധിക്കുക, ഇതിനകത്ത് HClല് +1 ആണ്, H2Oയിലകത്തും +1 ആണ്. ഇത് മാറാതിരിക്കുക. അതിന് നമ്മൾ റൂൾ അനുസരിച്ചാണ് ഇവരുടെ നമ്പർ, ഓരോരുത്തർക്ക് ഓരോ നമ്പർ കൊടുക്കുന്നുണ്ട്. അത് അവരുടെ അവസ്ഥയെ സൂചിപ്പിക്കുന്നു, അവരുടെ ഇപ്പോഴത്തെ സ്റ്റേറ്റ്, അവസ്ഥയെ. അതുകൊണ്ടാണ് ഞാനിത് വൈഫ് ഓഫ് എന്നൊക്കെ പറയാനുള്ള, അല്ലെങ്കിൽ ഹസ്ബൻഡ് ഓഫ്, അല്ലെങ്കിൽ സൺ ഓഫ്, അല്ലെങ്കിൽ ഡോട്ടർ ഓഫ് എന്നുള്ള ഒരു വേർഡ് യൂസ് ചെയ്യാനുള്ള കാരണം. ഓക്കെ, അപ്പോ ആ ഒരു അവരുടെ അവസ്ഥയുണ്ട്, ആ അവസ്ഥയെയാണ് ഇത് സൂചിപ്പിക്കുന്നത്, ഈ നമ്പർ. ഓക്കെ, ഇനി ആ നമ്പർ, ഓക്സിഡേഷൻ നമ്പർ എങ്ങനെയാണ് എഴുതുന്നത്? അതിന് മുമ്പ് ഞാൻ ഇതങ്ങ് ഇറേസ് ചെയ്ത് കളയാണ്. ജസ്റ്റ് അതൊന്ന് നോക്കി കേട്ടോ. റൈറ്റ്, ഇനി എങ്ങനെയാണ് ഓക്സിഡേഷൻ നമ്പർ എഴുതുന്നത് എന്നുള്ളത്. ഓക്കെ, ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് എഴുതാൻ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനുണ്ട് ഓക്സിഡേഷൻ നമ്പർ, അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, ഓക്സിഡേഷൻ നമ്പർ ഓഫ് എ ഫ്രീ എലമെന്റ്, ഫ്രീ ആറ്റം ഈസ് ഓൾവേസ് 0. ചുമ്മാ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു ആറ്റം ഉണ്ടെങ്കിൽ അതിന്റെ ഓക്സിഡേഷൻ നമ്പർ 0 ആയിരിക്കും. ഒറ്റത്തടിയാണ്, കണ്ടോ? അതായത് H2, പുള്ളിക്കാരന് വേറെ ആരുമായിട്ട് ബോണ്ട് ചെയ്തിട്ടൊന്നുമില്ല, കല്യാണം കഴിഞ്ഞിട്ടില്ല, സിംഗിൾ ആയവന്റെ സ്റ്റാറ്റസ് എപ്പോഴും സിംഗിൾ പസംഗ. ഓക്കെ,
0 ആണ്. O2 ഒറ്റയ്ക്ക് നിൽക്കുക 0, Cl2 0. ഇനി ഓക്സിഡേഷൻ നമ്പർ എപ്പോഴും നമ്മൾ തലയ്ക്ക് മുകളിലാണ് എഴുതുക. ആരുടെ തലയ്ക്ക് മുകളിൽ? നിങ്ങൾ ഏതാണോ എലമെന്റ് എടുക്കുന്നത് ആ എലമെന്റിന്റെ തലയ്ക്ക് മുകളിലായിട്ടാണ് ഇങ്ങനെ എഴുതേണ്ടത്. 0 ആണ്, O അല്ല കേട്ടോ. അപ്പൊ ഒറ്റത്തടി ആണെങ്കിൽ ഒറ്റത്തടിയായിട്ട് നിൽക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരുടെ സ്റ്റാറ്റസ് 0 ആണ്. ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? 0 ആണ്. കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ. ഓക്കെ, H2, O2, Cl2, റൈറ്റ്, അത് 0 ആയിരിക്കും. അടുത്തത് രണ്ടാമത്തേത് നോക്കുക. ഓക്സിഡേഷൻ അയോൺ ഓഫ് if there is a simple ions then oxidation number is equal to the charge of ion. എന്ന് വെച്ചാൽ ചാർജിൽ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ചാർജ് തന്നെയാണ് ഓക്സിഡേഷൻ നമ്പർ. അതായത് Na പ്ലസ് നോക്കിയേ, ഓൾറെഡി ഒരു പ്ലസ് ചാർജ് ഉണ്ട്, അതിന്റെ ഓക്സിഡേഷൻ നമ്പർ +1 ആയിരിക്കും. Cl മൈനസ് ആണെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ -1 ആയിരിക്കും. O2 മൈനസ് ആണെങ്കിൽ 2 മൈനസ് എവിടെയാണെങ്കിൽ -2 ആണ് നമ്പർ. സോ ഇപ്പൊ ഇവിടെ നോക്കിയേ, സാധാരണഗതിയിൽ നമുക്ക് കാണാം Cl മൈനസ്, അതിന്റെ അർത്ഥം അതിന്റെ ഓക്സിഡേഷൻ നമ്പർ -1 എന്നാണ്. ഓൾറെഡി മൈനസ് ഉണ്ടെങ്കിൽ ചിലപ്പോ അത് ഒറ്റയ്ക്ക് നിൽക്കാം. Cl2 ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഇത് ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ സിംഗിൾ പ്ലസ് സിംഗിൾ 0 ആണ്. നേരെ മറിച്ചത് മൈനസ് ചാർജ് അതിന്റെ കൂടെ ഉണ്ടെങ്കിൽ അതിന്റെ ഓക്സിഡേഷൻ നമ്പർ -1 ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് നോക്കുക. ആൽക്കലി മെറ്റൽസ്. ആൽക്കലി മെറ്റൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പ് 1 മെറ്റൽസ്, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം പോലുള്ള ആദ്യത്തെ ഗ്രൂപ്പിൽ ഗ്രൂപ്പ് 1 അവരുടേത് എപ്പോഴും ലിഥിയം, സോഡിയം, പൊട്ടാസ്യം എല്ലാം +1 ആയിരിക്കും. അവരുടെ ഓക്സിഡേഷൻ നമ്പർ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ, ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴല്ല കേട്ടോ, ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സിംഗിൾ പ്ലസ് സിംഗിൾ 0 ആയിരിക്കും. രണ്ടുപേരുടെ കൂട്ടത്തിൽ നിൽക്കുകയാണ്. ഇപ്പൊ NaCl ആണെങ്കിൽ എന്നെ കൂട്ടത്തിലാണ്, ഒരുമിച്ചാണ് നിൽക്കുന്നത്, അപ്പൊ അത് +1 ആയിരിക്കും. KCl +1, KBr Kയുടേത് +1. അപ്പൊ ആൽക്കലി മെറ്റൽസ് ഉണ്ടെങ്കിൽ അത് +1 ആയിരിക്കും. ഓക്കെ, ആൽക്കലി മെറ്റൽസിൽ വരുന്നത് ആരൊക്കെയാണെന്ന് നോക്കുക. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, പിന്നെ ഫ്രാൻഷ്യം ആണ്. ഫ്രാൻഷ്യം റേഡിയോ ആക്റ്റീവ് ആണ്. ഓക്കെ, ഇനി അടുത്തത് ആൽക്കലൈൻ എർത്ത് മെറ്റൽ. ആൽക്കലൈൻ എർത്ത് മെറ്റൽ എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് 2. ആ ഫസ്റ്റ് ഗ്രൂപ്പിന്റെ +1 ആണെങ്കിൽ സെക്കൻഡ് ഗ്രൂപ്പിന്റെ +2 ആണ്. അത് ആരൊക്കെയാണെന്ന് നോക്കുക. ഓക്കെ, ഗ്രൂപ്പ് 2 എലമെന്റ്സ് ആരൊക്കെയാ ഗ്രൂപ്പ് 2-ലുള്ളത്? ബെറീലിയം, മെഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം. ഒന്നുകൂടെ പറയാം. ബെറീലിയം, മെഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം. ഇവരുടെ ഒക്കെ +2 തന്നെയായിരിക്കും എപ്പോഴും. അപ്പൊ BaCl2 ആണെങ്കിൽ ബേരിയം Cl2, ബേരിയം സെക്കൻഡ് ഗ്രൂപ്പ് ആണ്, അത് എപ്പോഴും +2 ആയിരിക്കും. ഓക്കെ, അടുത്തത് അലുമിനിയം ആണെങ്കിൽ അത് +3 ആയിരിക്കും. എപ്പോഴും അലുമിനിയം +3 കാരനെ കാണിക്കുള്ളൂ. നമ്മൾ 3 എണ്ണം പഠിച്ചു. ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ 0 ആയിരിക്കും. അയോൺ ചാർജ് ഉള്ള സ്പീഷീസ് ആണെങ്കിൽ ചാർജ് തന്നെയായിരിക്കും. പ്ലസ് ആണെങ്കിൽ +1, മൈനസ് ആണെങ്കിൽ -1, +2 ആണെങ്കിൽ +2, -2 ആണെങ്കിൽ -2, ചാർജിനനുസരിച്ചിരിക്കും. ഇനി ഗ്രൂപ്പ് 1-ന്റെ എപ്പോഴും ഓക്സിഡേഷൻ നമ്പർ +1 ആയിരിക്കും. ഗ്രൂപ്പ് 2-ന്റെ +2 ആയിരിക്കും. അലുമിനിയം ആണെങ്കിൽ +3 ആയിരിക്കും. അടുത്തത് നോക്കുക. ഓക്സിജന്റെ എപ്പോഴും -2 ആയിരിക്കും. ഓക്സിജൻ എപ്പോഴും -2 ആയിരിക്കും. H2O, ഓയുടേത് ഇവിടെ -2 ആയിരിക്കും. പക്ഷെ കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. ആരൊക്കെയാ നോക്കുക. പെറോക്സൈഡ്, ഹൈഡ്രജൻ പെറോക്സൈഡ് H2O2, സോഡിയം പെറോക്സൈഡ് Na2O2, അവരുടെ ആണെങ്കിൽ പെറോക്സൈഡുകളുടെ അത് -2 അല്ല -1 ആയിരിക്കും. അത് നിങ്ങളോട് ചോദിക്കാറില്ല പൊതുവെ. അതുപോലെ തന്നെ ഓക്സിജൻ ആദ്യം വരുന്ന ഒരു അവസ്ഥയുണ്ട്. ഓക്സിജൻ ഡൈഫ്ലൂറൈഡും ഓക്സിജൻ ഫ്ലൂറൈഡും. ഡൈഓക്സിജൻ ഡൈഫ്ലൂറൈഡ് OF2, O2F2. ഈ രണ്ട് കേസിലും അത് OF2-ൽ +2ഉം O2F2-ൽ +1ഉം ആയിരിക്കും. അപ്പൊ ഓക്സിജന് 4 രീതിയിൽ സാധാരണഗതിയിൽ ഓക്സിജൻ -2 ആണ് കാണിക്കുന്നത്. പെറോക്സൈഡുകൾ ഉണ്ടെങ്കിൽ -1 ആണ് കാണിക്കുന്നത്.
ഇനി OF2-ൽ മാത്രം അത് +2 കാണിക്കും, O2F2-ൽ അത് +1 കാണിക്കും. ഈ ലാസ്റ്റ് O2F2 OF2 ഒക്കെ റയർ ആയിട്ട് ചോദിക്കാറുള്ളൂ കേട്ടോ. ഓക്കെ, ഇനി അഞ്ചാമത്തെ പോയിന്റ്, ഹൈഡ്രജൻ എപ്പോഴും +1 ആയിരിക്കും. അതാണ് നമ്മൾ നേരത്തെ HCl പറഞ്ഞു. HCl-ൽ H +1 ആണ്, H2O-ൽ H +1 ആണ്. ഓക്കെ, പക്ഷേ ഒരു ചെറിയ മാറ്റമുണ്ട്. ഹൈഡ്രൈഡുകളുണ്ട്. ഹൈഡ്രൈഡ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ രണ്ടാമത് വരുന്നൊരവസ്ഥ, LiH, ലിഥിയം ഹൈഡ്രൈഡ്. ഹൈഡ്രൈഡുകളിൽ അത് -1 ആയിരിക്കും. ഫോർ എക്സാമ്പിൾ LiH, ലിഥിയം ഹൈഡ്രൈഡ്, അതിൽ +1 അല്ല, പകരം ഹൈഡ്രജൻ -1 ആയിരിക്കും. ഇനി ഹാലോജൻ എപ്പോഴും -1. ആരാ ഹാലോജൻ? ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. ആരൊക്കെയാണ്? ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. 17ാമത്തെ ഗ്രൂപ്പിലുള്ളവർ. ഒന്നുകൂടെ പറയാം, ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. അവരെപ്പോഴും -1 ആയിരിക്കും. ഫ്ലോറിൻ -1 ആയിരിക്കും കാണിക്കുക എപ്പോഴും. ഓക്കെ, ഇനി അടുത്തത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, ആൽജിബ്രിക് സം ഓഫ് ഓക്സിഡേഷൻ നമ്പർ ഇസ് ഓൾവേസ് 0. ആൽജിബ്രിക് സം എന്ന് പറഞ്ഞാൽ ഇനിയാണ് അടുത്ത ചോദ്യം. NaCl നോക്കിയേ. Na നിങ്ങൾക്കറിയാം ഫസ്റ്റ് ഗ്രൂപ്പ് ആണ്, അപ്പൊ +1 ആണെന്ന് നമ്മുടെ റൂൾ 3 പറയുന്നുണ്ട്. റൂൾ 3 നോക്കിയാൽ ഓൾ ആൽക്കലി മെറ്റൽ +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ്, അതായത് Na +1 ആണ്. അപ്പൊ ഇനി അടുത്തത് Cl നിങ്ങൾക്ക് അറിയില്ല. നമുക്കൊരു ബുദ്ധിയുണ്ട്, ഹാലോജൻ. റൂൾ 6 പറയുന്നുണ്ട് ഹാലോജൻ ആണ് ക്ലോറിൻ, -1 ആണ് കാണിക്കുക. എങ്കിലും ഇതോർത്ത് വെക്കാൻ ഒരു എളുപ്പത്തിന് നിങ്ങൾ മനസ്സിലാക്കണം, ഇതിന്റെ സം എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതായത് +1 ഇനി ഇവിടെ -1 വരണം, വന്നാൽ മാത്രം, എന്നാലേ +1 -1 0 ആവുള്ളൂ. ഇനി ഇത് നോക്കിയേ, H2O ഞാൻ ഒരു സൈഡ് ഇതാ, ഈ റൂളിന്റെ മേളിൽ ഇങ്ങോട്ട് തോന്നിയടാ, ഇത് ഇങ്ങോട്ട് നോക്കുന്നുണ്ട് എന്ന് നോക്കുക, H2O. ഓക്കെ, O നിങ്ങൾക്കറിയാം എപ്പോഴും -2 ആയിരിക്കും. നമ്മൾ പറഞ്ഞു പെറോക്സൈഡും O2F2 അല്ലാത്ത ഫ്ലോറിന്റെ കൂടെ അല്ലെങ്കിലൊക്കെ ഓക്സിജൻ എപ്പോഴും -2 ആണ്. ഓക്സിജൻ -2 ആണെങ്കിൽ ഹൈഡ്രജൻ എന്തായിരിക്കണം? ഹൈഡ്രജൻ +1 ആണെന്നുള്ളത് റൂൾ നമ്പർ 5 പറയുന്നുണ്ട്, അല്ലാതെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഓക്സിജൻ -2 ആണെങ്കിൽ ഹൈഡ്രജൻ +1 ആവണം. എന്നാലേ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 ഹൈഡ്രജൻ. 2 × +1 +2 -2. അപ്പൊ എങ്ങനെ വരും? +1 × എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 ഹൈഡ്രജൻ പ്ലസ് -2 ഓക്സിജൻ. ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു 0. നോക്കിയേ, +1 × 2 എന്ന് പറഞ്ഞത് +2, -2, +2 + -2 0. അപ്പൊ ഇങ്ങനെ ഓക്സിഡേഷൻ നമ്പർ നിങ്ങൾ കൂട്ടിക്കഴിയുമ്പോൾ ഒരു കോമ്പൗണ്ട് നിങ്ങൾ മുഴുവൻ ആഡ് ചെയ്യുമ്പോൾ അത് ന്യൂട്രൽ കോമ്പൗണ്ട് ആണെങ്കിൽ അത് 0 ആയിരിക്കണം. അപ്പൊ അടുത്തൊരു ചോദ്യമുണ്ട്, ന്യൂട്രൽ അല്ലാത്തൊരു കോമ്പൗണ്ട്. ന്യൂട്രൽ അല്ലാത്തൊരു കോമ്പൗണ്ട് ഞാൻ ആകെ എഴുതി നല്ല വൃത്തികേടാക്കി വെച്ചിട്ടുണ്ടല്ലേ. നമുക്ക് താഴെയുള്ളത് ഞാൻ കുറച്ചങ്ങ് മായ്ക്കുവാണ്, ഇച്ചിരി വൃത്തിക്ക് വേണ്ടിയിട്ടാ കേട്ടോ. ഓക്കെ, ഓക്കെ. അപ്പോ ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് ഓക്സിഡേഷൻ നമ്പർ ഓഫ് ചാർജ്ഡ് സ്പീഷീസ്. ചാർജ്ഡ് സ്പീഷീസ് എന്ന് പറയുമ്പോൾ അതിന്റെ സം എന്ന് പറയുന്നത് അത് 0 ആയിരിക്കില്ല. അതിനൊരു എക്സാമ്പിൾ ഞാൻ കാണിക്കാം. SO4 2-. SO4 2- സൾഫേറ്റ് അയോൺ ആണ്. ഈ 2- ഉണ്ടല്ലോ, അത് ഈ ഓക്ക് മാത്രമല്ല ബാധകം, ഈ എസിനും ബാധകം. SO4 2-. 2- ഈ സ്പീഷീസിന്റെ ഈ കോമ്പൗണ്ടിന് മുഴുവനായിട്ടുള്ള ചാർജ് ആണ്. ഓക്കെ, അപ്പൊ SO4 2- നോക്കുക. ഓക്കെ, ഇനി ഞാനത് എങ്ങനെയാണ് നോക്കുക. നിങ്ങൾക്കറിയാം ഓയുടേത് നമ്മള് റൂൾ നമ്പർ 4 നോക്കിയേ, ഓക്സിജൻ ഓൾവേസ് -2. അപ്പൊ എങ്ങനെയായിരിക്കും? ഞാനത് കണ്ടുപിടിക്കാൻ പോവാണ്. ഓക്സിജന്റേത് -2 ആണ്, അപ്പൊ ഓക്സിജന്റേത് -2. എത്ര ഓക്സിജൻ ഉണ്ട് മക്കളെ? 4 ഓക്സിജൻ. SO4 അല്ലേ, 4 ഓക്സിജൻ ഉണ്ട്. ഓക്കെ, നമുക്ക് സൾഫറിൻ്റെത് കണ്ടുപിടിക്കണം. സൾഫറിനെ നിങ്ങൾക്ക് കണ്ടുപിടിക്കണം, നിങ്ങൾക്ക് അറിയില്ല. സോ യു ക്യാൻ പുട്ട് അറ്റ് X, ആൽജിബ്ര ആണ്. ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു
സീറോ അല്ല, കാരണം ഇവിടെ ഓൾറെഡി -2 ഉണ്ട്. ഇത് ചാർജ്ഡ് സ്പീഷീസ് ആണ്. ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു -2. ഓക്കെ, അപ്പം -2 into 4 എന്ന് പറയുന്നത് -8 പ്ലസ് എക്സ് ഷുഡ് ബി ഈക്വൽ ടു -2. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു -2. അപ്പൊ -8 ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന +8. ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു 6. ഓക്കെ, അപ്പൊ അവിടെ SO4ൽ സൾഫർ +6ലും ഓക്സിജൻ -2ലും ആണ് കിടക്കുന്നത്. അപ്പൊ നമ്മള് ഇതിന് നേരെ മറിച്ച് -2 ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ഈക്വൽ ടു -2 അല്ല ഇവിടെ ഈക്വൽ ടു 0 ഇടണം. ഒന്ന് രണ്ട് എക്സാമ്പിൾസ് ചെയ്യുമ്പോൾ ഒന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബ്ലാങ്ക് പേജ് എടുത്തിരിക്കുന്നത്. റൈറ്റ്, ഓക്കെ, നമുക്ക് നല്ലൊരു എക്സാമ്പിൾ വെച്ചിട്ട് ചെയ്യാം. ആദ്യം ഒരു സിമ്പിൾ എക്സാമ്പിൾ എഴുതാണ്. NaBr. Na എന്ന് പറയുന്നത് നമ്മുടെ റൂൾ നമ്പർ 4 പറയുന്നുണ്ട് ആൽക്കലി മെറ്റൽ ആണ്, ലിഥിയം സോഡിയം. അപ്പൊ ആൽക്കലി മെറ്റൽ +1 ആണെങ്കിൽ Br മേലെ നിങ്ങൾ X ഇട്ട് കൊടുക്കുക. Br നിങ്ങൾക്ക് അറിയത്തില്ല, നമുക്കൊരു റൂൾ നമ്പർ 6 പറയുന്നുണ്ട്, കാരണം Br ഹാലോജൻ ആണ്, നിങ്ങൾക്ക് അറിയാം. എങ്കിലും നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കാം. Na നമുക്ക് അറിയാലോ. അപ്പോ ഇതിന് വേറെ ചാർജ് ഒന്നുമില്ല. ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു 0. അപ്പൊ +1 പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു 0. സോ എക്സ് ഇസ് ഈക്വൽ ടു -1. ഈ +1 ഇങ്ങോട്ട് വരും, ഇങ്ങനെ 0 -1 വരും. എക്സ് ഇസ് ഈക്വൽ ടു -1. മാത്സ് ആണ്, കാൽക്കുലേഷൻ ഒന്നും ഞാൻ ഈ വലിയ കുട്ടികൾക്ക് എടുക്കുന്നില്ല കേട്ടോ. ഇനി വേറൊരു എക്സാമ്പിൾ ആയിട്ട് നമ്മള് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് ഒരെണ്ണത്തിലേക്ക് പോവാണ്. ഓക്കെ, CaO, കാൽഷ്യം ഓക്സൈഡ്. ഓക്സിജൻ നിങ്ങൾക്കറിയാം, ദാറ്റ് ഷുഡ് ബി -2. അപ്പൊ കാൽഷ്യത്തിന് നിങ്ങൾക്ക് അറിയില്ല, അതിന്റെ മേളിൽ നിങ്ങൾക്ക് അറിയാത്തതിന്റെ മേളിൽ X ഇട്ട് വെക്കുക. X -2 ഇസ് ഈക്വൽ ടു, ഇവിടെ വേറെ ചാർജ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് 0യിലേക്ക് ഇക്വേറ്റ് ചെയ്യാം. X ഇസ് ഈക്വൽ ടു +2. അപ്പൊ കാൽഷ്യത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ ഇസ് ഈക്വൽ ടു, therefore കാൽഷ്യം in CaO, അങ്ങനെ തന്നെ എഴുതണം കേട്ടോ. കാൽഷ്യം in CaO ഇസ് ഈക്വൽ ടു -2 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഓക്കെ, ഇനി നമ്മൾ SO4 നമ്മൾ പഠിച്ചു. ഇനി കുറച്ച് വലിയൊരു കോമ്പൗണ്ടിലേക്ക് ഞാൻ വരികയാണ്. Na2S2O3. ഇതിനകത്ത് സൾഫറിൻ്റെത് നിങ്ങൾ കണ്ടുപിടിക്കണം. ചോദ്യം ഇതാണ്, ഫൈൻഡ് ഔട്ട് ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് സൾഫർ ഇൻ ദ കോമ്പൗണ്ട് Na2S2O3. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ചോദ്യം ഒന്ന് എടുത്തെഴുതുക. ഞാനൊന്ന് എടുത്തെഴുതുകയാണ്. Na2S2O3. ഓയുടെ നിങ്ങൾക്കറിയാം -2 ആണ്. എന്നയുടെ നിങ്ങൾക്കറിയാം +1 ആണ്. അത് തന്റെ മേലെ തന്നെ എഴുതി വെക്കണം കേട്ടോ. എന്നയുടെ തലയ്ക്ക് മണ്ടയ്ക്ക് എഴുതി വെക്കണം, ഓയുടെയും കറക്റ്റ് മണ്ടയ്ക്ക് എഴുതി വെക്കണം. ഓക്കെ, അപ്പോ ഇനിയാണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയതിലേക്ക് വരാം കേട്ടോ. അപ്പൊ എത്ര ഓക്സിജൻ ഉണ്ട് നിങ്ങൾക്ക് അറിയുന്നത്? എത്ര സോഡിയം ഉണ്ട്? 2 സോഡിയം. ഒരു സോഡിയത്തിന്റെ എത്രയാണ്? +1. ഇങ്ങനെ. സൾഫറിനെ നിങ്ങൾക്ക് അറിയില്ല, 2 സൾഫർ ഉണ്ട്. 2 ഇൻറ്റു സൾഫർ അറിയില്ല, X. ഓക്കെ, ഇനി അടുത്തത് ഓക്സിജനിലേക്ക് വരിക. എത്ര ഓക്സിജൻ ഉണ്ട്? 3 ഓക്സിജൻ. ഒരു ഓക്സിജന്റെ -2 ഷുഡ് ബി ഈക്വൽ ടു, വേറെ ചാർജ് ഒന്നും ഇല്ല, 0യിലേക്ക്. കാരണം Na2S2O3ക്ക് പുറത്ത് ചാർജ് ഒന്നും ഇല്ലല്ലോ ക്വസ്റ്റ്യനില്. ഓക്കെ, അപ്പൊ 2 ഇൻറ്റു +1 2. ഓക്കെ, 2 ഇൻറ്റു X 2X. ഓക്കെ, plus 3 into -2 -6. So 2x - 4 is equal to 0. കാരണം 2 -6 കൂടെ -4 ആയി. Okay, therefore x is equal to 4/2 is equal to 2. അപ്പൊ ഇവിടെ നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ എഴുതണം, the oxidation number of sulfur in Na2S2O3 is equal to 2 എന്ന് എഴുതണം. ഓക്കെ, ഒന്നുകൂടെ സിമ്പിൾ ആയത്, കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയത് ഒന്നുകൂടെ നമുക്ക് മിസ് പറഞ്ഞു തരാം. നിങ്ങളിത് ടെക്സ്റ്റിനകത്ത് ഇഷ്ടംപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫൈൻഡ് ഔട്ട് ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഫോസ്ഫറസ് ഇൻ ദ കോമ്പൗണ്ട് H3PO4, ഫോസ്ഫോറിക് ആസിഡ്. ഇതിനകത്ത് ഫോസ്ഫറസിന്റെ നിങ്ങൾ കണ്ടുപിടിക്കുക. ഞാൻ റൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അറിയാം, ക്വസ്റ്റ്യൻ ഒന്നുകൂടെ എടുത്തെഴുതി. എങ്ങനെ എഴുതണ്ടേ നോക്കുക. H3, ക്വസ്റ്റ്യൻ ഒന്നുകൂടെ എടുത്തെഴുതുക, PO4. ഓക്സിജന്റെ നിങ്ങൾക്ക് അറിയാം -2, Hന്റേത് നിങ്ങൾക്കറിയാം +1, ഹൈഡ്രജൻ +1 ആണ്.
അപ്പൊ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3. എത്രയാണ് ചാർജ്? +1. 3 into +1 പ്ലസ് എത്ര ഫോസ്ഫറസ് ഉണ്ട്? 1 into ഫോസ്ഫറസ് നിങ്ങൾക്ക് അറിയാമോ? ഇല്ല. അപ്പൊ നിങ്ങൾ അതിനെ എക്സ് എന്നിട്ട് കൊടുക്കുന്നു. എക്സ് പ്ലസ് എത്ര ഓക്സിജൻ? 4 ഓക്സിജൻ ഇൻറ്റു ഒരു ഓക്സിജന്റെ -2. ഒരെണ്ണത്തിന്റെ -2 അപ്പൊ 4 എണ്ണത്തിന്റെ ഇങ്ങനെ ഈക്വൽ ടു 0യിലേക്ക് ഇക്വേറ്റ് ചെയ്യാം. കാരണം വേറെ ചാർജ് ഇല്ല. ഓക്കെ 3 into 1 3. ഓക്കെ പ്ലസ് ഇത് 3 into +1 ആണ് കേട്ടോ. ഇനി 1 into എക്സ് എക്സ് മൈനസ് പ്ലസ് 4 into -2 എന്ന് പറയുമ്പോൾ -8. ഓക്കെ ഇസ് ഈക്വൽ ടു 0. ഇനി 3യും -8ഉം കൂടെ വരുമ്പോൾ എക്സ് -5 ഇസ് ഈക്വൽ ടു 0. Therefore x is equal to +5. അപ്പൊ ആൻസർ എഴുതി എങ്ങനെയാണ്? The oxidation number of phosphorus in H3PO4 is equal to +5. ഓക്കെ ഇഷ്ടംപോലെ ഉണ്ട് നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത്. അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള 1-2 എണ്ണം പഠിക്കും. നമുക്കൊരു ചാർജ് സ്പീഷീസും കൂടെ നോക്കിയിട്ട് മിസ് ഇത് ഈ ഒരു സെക്ഷൻ അങ്ങ് നിർത്തിയേക്കാം. ഓക്കെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ആദ്യം നിങ്ങൾ റൂള് പഠിക്കുക. റൂള് കാണാതെ പഠിക്കൊന്നും വേണ്ട. റൂള് കാണാതെ എഴുതാൻ ചോദിക്കില്ല കേട്ടോ. റൂള് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. എന്നിട്ട് ആ റൂളിനനുസരിച്ച് നിങ്ങൾ അറിയാത്തതിന് എക്സ് ഇട്ട് കൊടുക്കുക, എന്നിട്ട് കണ്ടുപിടിക്കുക. ഇനി നമുക്കൊരു ചാർജ്ഡ് സ്പീഷീസിലേക്ക് വരാം. ചാർജ്ഡ് സ്പീഷീസിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ClO3 മൈനസ് ClO3 മൈനസ്. ഓക്കെ ഇവിടെ നിങ്ങൾക്ക് ഈ മൈനസ് ചാർജ് ഇത് മുഴുവനായിട്ടുള്ളതാണ്. ഓക്കെ ഇത്രയും നേരം നമ്മളൊരു അങ്ങനെ ഒരു ചാർജ് ഉള്ളത് പഠിച്ചിട്ടില്ല. അത് നമ്മൾ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് എഴുതുന്നു. ClO3 മൈനസ്. ഓയുടെ നിങ്ങൾക്ക് കാണാതെ അറിയാം -2. Clന്റെ നിങ്ങൾ കണ്ടുപിടിക്കണം എക്സ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എക്സ് ഹാലോജൻ Cl ഹാലോജൻ ആണെങ്കിൽ കൂടി Clന് -1 ഇടരുത്. ഓക്കെ അപ്പോ ഇതിന് മൊത്തമായിട്ട് ചാർജ് ഇവിടെ ഉണ്ട് കേട്ടോ, മൈനസ് ഉണ്ട്, ഇത് കണ്ടോ. ഓക്കെ അപ്പോ AX ഇൻറ്റു എത്ര Cl ഉണ്ട്? ഒരെണ്ണം പ്ലസ് 3 ഓക്സിജൻ ഉണ്ട്, ഒരു ഓക്സിജന്റെ -2. ചാർജ് ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ 0യിലേക്ക് ഇക്വേറ്റ് ചെയ്തില്ല. ഇവിടെ മൈനസ് ഉണ്ടായതുകൊണ്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു ചാർജിലേക്ക് ഇക്വേറ്റ് ചെയ്യണം -1. സോ x into 1 x plus minus. Okay 3 into -2 6 is equal to -1. So x is equal to -1 plus 6, that is equal to +5. Therefore, the oxidation number of Cl chlorine in ClO3 minus is equal to +5. കിട്ടുന്നുണ്ടോ? അപ്പൊ ഇങ്ങനെ ചാർജ് ഉള്ളതിനെ ചാർജിലേക്ക് ഇക്വേറ്റ് ചെയ്യും. സോ ഇതാണ് ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 റിയാക്ഷൻസ് ആണ്. ഇനി ഓക്സിഡേഷൻ നമ്പർ എഴുതാൻ വേണ്ടി നിങ്ങളോട് അങ്ങനെ ചോദിക്കാറില്ല. ഇതിപ്പോ പഠിച്ചു വെക്കണം നിങ്ങൾ. കാരണം ഓക്സിഡേഷൻ നമ്പർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാനുണ്ട് റിയാക്ഷൻ. നമ്മൾ അടുത്ത വീഡിയോയിൽ ഞാനത് കാണിച്ചു തന്നേക്കാം. ഈ ചാപ്റ്ററിൽ തന്നെ എൻഡിങ് സെഷൻ അതാണ്. ഓക്കെ അപ്പൊ നമ്മൾ അതിന് മുമ്പ് റിയാക്ഷൻസിലേക്ക് വരാം. എന്താണ് റിയാക്ഷൻ? റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ റിഡോക്സിലേക്ക് തിരിച്ചു വരുന്നു. കല്യാണമാണ് റിഡോക്സ് എന്ന് പറഞ്ഞാൽ. എഗെയിൻ ഇവിടെ നല്ലൊരു കല്യാണമാണ് നടക്കുന്നത്. ആരുടെ കല്യാണം? എയുടെയും ബിയുടെയും. ഇനി ഞാൻ റിഡോക്സ് ആണ് എടുക്കുന്നത്. ഓക്കെ റിഡോക്സ് എന്ന് പറഞ്ഞാൽ റിഡക്ഷന്റെയും ഓക്സിഡേഷന്റെയും കല്യാണമാണ്. ഓക്കെ അപ്പൊ ഇനി ആരൊക്കെ എങ്ങനെയാണ്? ആദ്യത്തെ റിയാക്ഷൻ നിങ്ങൾ പഠിക്കുക, കോമ്പിനേഷൻ റിയാക്ഷൻ. സിമ്പിൾ ആണ്. A + B gives C അല്ലേ? അത് ലവ് മാരേജ് ആയിക്കോട്ടെ അറേഞ്ച് മാരേജ് ആയിക്കോട്ടെ, ഒരു സ്ത്രീ ഒരു പുരുഷനും കൂടെ ചേർന്ന് ഒരു കല്യാണം നടക്കുന്നു. A + B gives C. നോർമൽ ഫിലിമിലൊക്കെ കാണുന്ന അതേ മാരേജ് ആണ് A + B. നോക്കിയേ എന്നൊരു എക്സാമ്പിൾ. C + O2 gives CO2. Mg + N2 gives Mg3N2. ഇത് ബാലൻസ്ഡ് ആട്ടോ ഇക്വേഷൻ. അല്ലെങ്കിൽ നോക്കി Mg CH4 + O2 gives CO2 + H2O. കോമ്പിനേഷൻ ആണ്. രണ്ടുപേര് കൂടി ചേർന്ന് മൂന്നാമതൊരാൾ ഉണ്ടാകുന്നത്. A + B gives C. കോമ്പിനേഷൻ. സാധാ അറേഞ്ച്ഡ് മാരേജ്. ഇനി അടുത്തത് ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ഡീകമ്പോസിഷൻ റിയാക്ഷൻ. അപ്പൊ നേരത്തെ നമ്മൾ കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞത് അറേഞ്ച്ഡ് മാരേജ് അല്ലെങ്കിൽ ലവ് മാരേജ് ആണെന്ന് പറയുമെങ്കിൽ
ഡീകമ്പോസിഷൻ റിയാക്ഷൻ അടുത്തത് മാരേജ് കഴിഞ്ഞ് അടുത്ത പ്രശ്നക്കാരൻ വരുമ്പോൾ ഞാൻ എന്റെ വട്ടമിട്ട് എഴുതുന്നു, ദാറ്റ് ഈസ് ഡിവോഴ്സ്. ഓക്കെ, അപ്പോ നേരത്തെ എ പ്ലസ് ബി ഗിവ് സി ആണെങ്കിൽ ഇനി സി ഇവിടുന്ന് പൊട്ടുന്നു, എന്നിട്ട് എയും ബിയുമായിട്ട് വേർപെടുന്നു. അതിനെയാണ് ഡീകമ്പോസിഷൻ. ഡീകമ്പോസ് ചെയ്യാൻ പോവാണ്, ഡിവോഴ്സ് ചെയ്തു. അപ്പം കോമ്പിനേഷൻ മാരേജ് ആണെങ്കിൽ ഡീകമ്പോസിഷൻ ഡിവോഴ്സിലേക്ക് വരുന്നു. സി നേരത്തെ എ പ്ലസ് ബി ഗിവ് സി ആണ് കോമ്പിനേഷൻ, സി പൊട്ടിയിട്ട് എയും ബിയുമായി മാറുന്നതാണ് ഡിവോഴ്സ് അല്ലെങ്കിൽ ഡീകമ്പോസിഷൻ. സോ ദാറ്റ് ഈസ് H2O H2 പ്ലസ് O2 ആയിട്ട് അവർ വേർപിരിഞ്ഞു. കല്യാണം ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അതല്ലേ, കല്യാണം കഴിയുന്നതിന് മുമ്പ് തന്നെ ഡിവോഴ്സിനെ കുറിച്ച് ആലോചിക്കുക. നമ്മൾ അങ്ങനെ ആവരുത്. ഓക്കെ, ഇനി അടുത്തതിലേക്ക് വരിക, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാല് ഇവിടെയാണ് മൂന്നാമതൊരാൾ കയറി വരാൻ പോകുന്നത്. നല്ല രീതിയിൽ നടന്നു പോകുന്ന കുടുംബത്തിലേക്ക് എപ്പോഴും ഉണ്ടാവും എന്തെങ്കിലും ഒരു പാര വെച്ച് ഓരോരുത്തർ, അല്ലെ? ഫിലിമിലൊക്കെ കാണാറില്ലേ? ഒരു ഫിലിം ഓക്കെ ആയിട്ട് ഇങ്ങനെ ആലോചിക്കുക. അതായത് നമ്മുടെ വൈയും സെഡും നല്ല കപ്പിൾസ് ആയിരുന്നു. അവർക്കിടയിലേക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു വില്ലൻ കയറി വരുന്നു, ദാറ്റ് ഈസ് എക്സ്. വന്നു കഴിഞ്ഞാൽ നോർമലി സപ്പോസ് നമ്മുടെ സെഡ് എക്സുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു വൈനെ വിട്ടിട്ട്. ഇപ്പൊ വൈയുമായിട്ട് ഡിവോഴ്സ് ചെയ്തിട്ട് എക്സുമായിട്ട് കൂടി ചേരുകയാണ് സെഡ്. സോ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ സ്ഥാനം മാറിയിരിക്കുക. വൈ ഇരിക്കേണ്ടടുത്ത് എക്സ് കയറിയിരുന്നു, സ്ഥാനം മാറിയിരുന്നു. സോ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു മൂന്നാമതൊരു വ്യക്തി കയറി വന്നിട്ട് തന്റെ സ്ഥാനം കയ്യേറുകയാണ് ചെയ്യുന്നത്. അപ്പൊ വൈക്ക് പകരം എക്സ് കയറിയിരിക്കുക. സാധാരണഗതിയിലുള്ള ഒരു കുടുംബത്തിൽ നടക്കാവുന്ന ഏറ്റവും വലിയ പൊല്ലാപ്പ് തന്നെ, അല്ലെ? ഇനി ഇത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ, മറ്റൊന്ന് നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഇതിന് ഞാൻ എളുപ്പത്തിൽ പറയാവുന്നത്, മെറ്റലിനെ നിങ്ങൾ ഒരു പുരുഷനായിട്ടും നോൺ മെറ്റലിനെ സ്ത്രീ ആയിട്ടും സങ്കല്പിക്കുക. എവിടെയുണ്ടല്ലോ രണ്ടും വകുപ്പുകൾ. അപ്പൊ മെറ്റലിനെ ഒരു പുരുഷനാണ് കയറി ഉടക്കുന്നതെങ്കിൽ മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് ആണ് അവിടെ നടക്കുന്നത്. സ്ത്രീയാണ് കയറി ഉടക്കുന്നതെങ്കിൽ നോൺ മെറ്റൽ. അതായത് നോക്കിയേ, CuSO4 പ്ലസ് Zn സിങ്ക് മെറ്റൽ ആണ്. അപ്പൊ Cuന്റെ സ്ഥാനത്തിന് സിങ്ക് കയറിയിരിക്കുകയാണെങ്കിൽ അവിടെ കോപ്പറിനെ തള്ളി മാറ്റിയിട്ട് ഒരു മെറ്റൽ ആണ് കയറിയിരുന്നത്. സോ ദാറ്റ് ഈസ് മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. നോൺ മെറ്റൽ ആണെങ്കിൽ നോക്കിയേ, സോഡിയം ഒരു നോൺ മെറ്റൽ ആണ്, അലോഹമാണ്. മെറ്റൽ ലോഹം, നോൺ മെറ്റൽ അലോഹം. അലോഹമാണ് കയറിയിരിക്കുന്നത് വിത്ത് H2O. സോ NaOH ആയിട്ട് മാറുന്നു. ഓക്കെ, അപ്പൊ സാധാരണഗതിയിൽ ഈ നോൺ മെറ്റലുകൾ ഡിസ്പ്ലേസ്മെന്റ് നടക്കുമ്പോൾ അല്ലെങ്കിൽ പെണ്ണുങ്ങൾ കയറി വരുമ്പോൾ ഉണ്ടാകുന്നതാണ് ഹൈഡ്രജൻ ഗ്യാസ് റിവല്യൂഷൻ. ഹൈഡ്രജൻ ഗ്യാസ് പുറത്തേക്ക് വരും. ഓക്കെ, അപ്പോ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്താണെന്ന് നോക്കാം. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ താൻ ഇരിക്കേണ്ടടുത്ത് താൻ അല്ലാതെ അവിടെ മറ്റാരോ കയറിയിരിക്കുക. ഓക്കെ, രണ്ട് തരത്തിലുണ്ട്. ഒന്ന് മെറ്റൽ തന്നെ, ഒരു മെറ്റൽ കയറിയിട്ട് സ്ഥാനം എടുക്കുക. മറ്റൊന്നൊരു നോൺ മെറ്റൽ കയറിയിട്ട് സ്ഥാനം ഏറ്റെടുക്കുക. ഓക്കെ, അപ്പൊ മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ്, നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ്. ഇനി അടുത്തതാണ് ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ. ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ. ഡിസ്പ്രൊപ്പോർഷനേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് തോണിയിലും കാലിട്ട് നടക്കുന്ന ചില വ്യക്തികളുണ്ട്. അതായത് ഒരാൾക്ക് തന്നെ ഓക്സിഡേഷനും റിഡക്ഷനും സംഭവിക്കുക. ഒരാൾക്ക് തന്നെ ഓക്സിഡേഷനും റിഡക്ഷനും സംഭവിക്കുക. ഫോർ എക്സാമ്പിൾ H2O2നകത്ത് O2-1. നമ്മൾ നേരത്തെ പറഞ്ഞു പെറോക്സൈഡിൽ ഓക്സിജൻ -1 ആയിരിക്കും. അതാണ് ഇവിടെ മേളിലാണ് ഇതിനെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. O2-ന്റേത് -1, H2-ന്റേത് +1. ഇനി H2O നോക്കുക, O-യുടേത് -2, H-ന്റേത് +1. O2 ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ട്. ഇത് നിങ്ങൾ ഈ റിയാക്ഷൻ കാണാതെ പഠിച്ചാൽ മതി. ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ. O2 ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ നമ്മൾ പറഞ്ഞു സിംഗിൾ പ്ലസ് സിംഗിൾ എപ്പോഴും 0 ആയിരിക്കും. മാരീഡ് അല്ലല്ലോ, പ്രത്യേകിച്ച് ചാർജിന്റെ ആവശ്യമൊന്നുമില്ല. എപ്പോഴും അവർ ഫ്രീ ബേർഡ് ആണ്, 0 ആണ് അവരുടെ ചാർജ്. ദേ ആർ ചാർജ്ലെസ്. ഓക്കെ, അപ്പോ H2 എന്ന് പറയുന്ന ഈ ഒരു വസ്തുവിനെയും O2വിനെയും ശ്രദ്ധിക്കും. ഇതിനകത്ത് നിങ്ങൾ O2 ഒന്ന് നോക്കിയ മക്കളെ, O2 -1 ഉള്ളിടത്ത് നിന്ന് -2 ഓയിലേക്ക് സംഭവിച്ചു. O2 ആയപ്പോഴേക്കും 0 ആയി. അപ്പൊ ഓക്സിജന് തന്നെയാണ് റിഡക്ഷനും ഓക്സിഡേഷന് തന്നെയാണ് ഓക്സിഡേഷനും സംഭവിച്ചത്.
ഓക്സിജൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഓക്സിഡേഷൻ അല്ല, ഓക്സിജൻ എന്ന് പറയുന്ന വ്യക്തിക്ക് സംഭവിച്ച രണ്ട് കാര്യങ്ങളുണ്ട്. ഓക്സിജൻ എന്ന് പറയുമ്പോൾ ഓക്സിജന് ഓക്സിഡേഷൻ നമ്പർ കൂടി, ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞു, രണ്ടും ഓക്സിജനാണ്. രണ്ടും സംഭവിച്ചു കഴിഞ്ഞാൽ, ഒരാൾക്ക് തന്നെ ഓക്സിഡേഷനും റിഡക്ഷനും സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെ നിങ്ങൾ വിളിക്കും ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിനകത്ത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. if there is an increase in oxidation number, increase in oxidation number ആണെങ്കിൽ അതിനെ നിങ്ങൾ പറയും ഓക്സിഡേഷൻ. ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ആണെങ്കിൽ നിങ്ങൾ പറയും ദാറ്റ് ഈസ് റിഡക്ഷൻ. അതായത് O2 -1 ആയിരുന്നു, -1 നിന്ന് -2 കുറയ ചെയ്തത്. -1 നിന്ന് -2 എന്ന് പറയുമ്പോൾ -1 ചെറുതാണ്. സോ കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ റിഡക്ഷൻ നടക്കും. O2 -1 നിന്ന് O2 0, നോക്കിയേ ഇവിടെ 0 വന്നാൽ അത് -1 to 0, ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ, ഓക്സിഡേഷൻ. അപ്പൊ ഓക്സിജന് തന്നെയാണ് രണ്ടും സംഭവിച്ചത്. അതിനെ നിങ്ങൾ ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ എന്ന് പറയും. രണ്ട് തോണിയിലും കാലിട്ട് നടക്കുന്നത്, ഒരാൾക്ക് തന്നെ ഓക്സിഡേഷനും റിഡക്ഷനും സംഭവിക്കുക. ഈ ഒരു എക്സാമ്പിൾ കാണാതെ പഠിച്ചാൽ മതി. വാട്ട് ഇസ് ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ? ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനും ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷനും. ഓക്കെ, അപ്പൊ റിയാക്ഷൻസ് ഒന്നുകൂടെ പറയാം. റിയാക്ഷൻസ്, കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അറേഞ്ച്ഡ് മാരേജ് അല്ലെങ്കിൽ ലവ് മാരേജ് ആണ് A+B gives C. ഡികമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ തന്നെ ഡിവോഴ്സ് ആണ്, നേരെ തിരിയുക, ഉണ്ടായ C എയും ബിയുമായിട്ട് വേർപിരിയുന്നു. ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഓക്കെ അറിയാലോ, താനിരിക്കേണ്ടടുത്ത് താനല്ല മറ്റാരെങ്കിലും കയറിയിരിക്കും. പിന്നെ ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ രണ്ടും ഒരാൾക്ക് സംഭവിക്കും. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് റിഡോക്സിന്റെ ഫസ്റ്റ് പാർട്ട്. സോ നന്നായിട്ട് പഠിക്കുക. താങ്ക് യു. See you again. Watch channel, subscribe.